നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു ശാപം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ജനതയ്ക്ക് രാഷ്ട്രീയമുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു 70% പേർക്കും രാഷ്ട്രീയം ഇല്ലാത്തവരാണ്. പക്ഷേ കേരളത്തിൽ ഓപ്പോസിറ്റാണ്. കേരളത്തിലൊരു 70%-ത്തിൽ കൂടുതൽ വ്യക്തികൾക്കും രാഷ്ട്രീയമുള്ളവരാണ്. രാഷ്ട്രീയം ഇത്രയധികം പെർസെൻറ്റേജ് ആൾക്കാർക്ക് രാഷ്ട്രീയം പാടില്ല. കാരണം ഒരു സിറ്റിസൺസ് എന്ന് പറയുന്നത് രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യാത്തവരാണ്. അതായത് നമ്മളൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ ഇയാൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമോ, ഇദ്ദേഹം വ്യക്തിപരമായിട്ട് എങ്ങനെയാണ്, നല്ല വ്യക്തിയാണോ, ഇദ്ദേഹത്തിന് ജയിച്ചു കഴിഞ്ഞാൽ നല്ലതുപോലെ ചെയ്യാനുള്ള കഴിവുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തി തൻ്റെ രാഷ്ട്രീയം നോക്കാതെ വോട്ട് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാടിന് വേണ്ടത്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ നമ്മൾ ജനിച്ചു വളർന്ന ചിലപ്പോൾ നമ്മുടെ ഫാമിലി പരമായിട്ട് നമ്മളൊരു പാർട്ടിയാണെങ്കിൽ നമ്മൾ ആ പാർട്ടിയെ ഫോളോ ചെയ്യും, നമ്മുടെ മക്കളും ആ പാർട്ടിയെ ഫോളോ ചെയ്യുന്നു. എക്സെപ്ഷൻ കേസ് ഉണ്ടാവും, പക്ഷേ ജനറലി കേരളത്തിൽ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ കൂടെ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അടുപ്പുണ്ടാവും. മരിക്കുന്നത് വരെ നമ്മൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായിരിക്കും. അടിമ എന്ന് പറയുന്നത് നമ്മൾ അവർക്കേ വോട്ട് ചെയ്യുള്ളൂ. ഞാനൊരു LDF അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ നിൽക്കുന്ന ആരെയും നോക്കില്ല. അത് LDFൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യും. അങ്ങനെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു BJP കാരനാണെന്ന് വിചാരിക്കാം. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കോൺഗ്രസ് ആൾ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. എന്നാലും ഞാനൊരു BJP കാരനാണെങ്കിൽ ഞാൻ വോട്ട് ചെയ്യുന്നത് താമരയ്ക്ക് തന്നെയായിരിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾക്കും. ഇങ്ങനെയുള്ള ജനതയുള്ള നാട് ഒരിക്കലും രക്ഷപ്പെടില്ല. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം മാറ്റിവെച്ച് ന്യൂട്രലായിട്ട് ആര് ജയിച്ചാലാണ് നാടിന് നല്ലത് ചെയ്യുക, ആർക്കാണ് അതിനുള്ള കഴിവുള്ളത്, അങ്ങനെയുള്ള ജനങ്ങളുള്ള നാടാണ് ശരിക്കും നല്ല നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. ഇത് കുഴപ്പമില്ലല്ലോ. ഇത് ഇവർക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് തെണ്ടിത്തരം ചെയ്ത് കഴിഞ്ഞാലും അവരുടെ രാഷ്ട്രീയ അടിമകളായിട്ടുള്ള ആൾക്കാർ അവർക്ക് വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനത് കമ്മ്യൂണിസ്റ്റിൻ്റെ മാത്രമല്ല, കേരളത്തിലെ ഏതൊരു പാർട്ടിയാണെങ്കിലും അവരുടെ അടിമ എന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, അവരെ അനുഭാവികൾ, അവരെ ആരൊക്കെ നിങ്ങൾ ലീഡറാക്കി വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെ നിങ്ങളുടെ മണ്ഡലത്തിലെ ഒരു കാൻഡിഡേറ്റ് വെച്ച് കഴിഞ്ഞാലും ആ പാർട്ടി ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന ഒരു മണ്ടന്മാരായ ജനതയാണ് കേരളത്തിലുള്ളത്. അങ്ങനെ രാഷ്ട്രീയ അടിമകളായിട്ട് നമ്മൾ വോട്ട് ചെയ്യാതെ വ്യക്തികളെ നോക്കി ആര് ജയിച്ചാലാണ് നല്ല ചെയ്യാൻ പറ്റുക, ആരാണ് ന്യൂട്രലായിട്ട് നമ്മുടെ ഡെവലപ്മെൻറ്റ് ശ്രമിക്കുന്നത്